അപ്പോൾ ഇന്ന് നമുക്ക് ബീൻസ് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 8 അല്ലി വെളുത്തുള്ളി തൊണ്ടോടുകൂടി ചതച്ചത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് ഗോൾഡൻ നിറമാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 മീഡിയം സവാള ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് സവാളയുടെ കളറൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞെടുത്ത 500 ഗ്രാം ബീൻസ് 1/4 കപ്പ് വെള്ളമൊഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. ഈ ഒരു സമയത്ത് പാനിലേക്ക് നമ്മൾ കഴിക്കാനെടുക്കുന്ന വറുത്ത കടല തൊലിയൊക്കെ മാറ്റിയെടുത്തത്, 6 വറ്റൽമുളക് എന്നിവ ചേർത്ത് ഫ്ലെയിം കുറച്ച് കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കണേ. ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് അധികം പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. 8 മിനിറ്റ് ആകുമ്പോൾ തന്നെ ബീൻസൊക്കെ വെന്തിട്ടുണ്ടാകും. അതിലേക്ക് പൊടിച്ചെടുത്ത കടല, കുറച്ച് മല്ലിയില, 5 ടേബിൾ സ്പൂൺ തേങ്ങ എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ ബീൻസ് തോരൻ റെഡി. ചോറ്, ചപ്പാത്തി എന്നിവയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ കൂടുതൽ കുക്കിംഗ് ആൻഡ് ഹെൽത്തി റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സി യു.